ഹലോ അസ്സാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എഗ്ലെസ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. എഗ്ലെസ് കേക്ക് അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാനില ഫ്ലേവറിലുള്ള എഗ്ലെസ് സ്പോഞ്ച് കേക്കാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇനി നമ്മൾ ഏതൊരു കേക്ക് ചെയ്യുമ്പോഴും ആദ്യം ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയുന്നതാണ് മോൾഡ് ആദ്യം ഗ്രീസ് ചെയ്ത് മാറ്റി വെക്കണമെന്ന്. അപ്പോൾ ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. ഞാൻ 1 kg ബാറ്ററാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 7 ഇഞ്ചിൻ്റെ മോൾഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഓയിലൊക്കെ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓവറായിട്ട് ഓയിലൊന്നും ചേർത്ത് കൊടുക്കരുത്. വളരെ ഒരു തുള്ളി മാത്രം ഓയിൽ യൂസ് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. കൂടിപ്പോയാൽ സൈഡൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. പിന്നീട് അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് മൈദ നല്ല വടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂണും മൈദ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് വേണ്ട. അതിൽ നിന്ന് കറക്റ്റ് 2 ടേബിൾ സ്പൂൺ ഇതുപോലെ വടിച്ചിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ആ മാറ്റി വെച്ച മൈദക്ക് പകരമായിട്ട് നമുക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കുക. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആയാലും കുഴപ്പമൊന്നുമില്ല. 3 ടേബിൾ സ്പൂൺ ആകുമ്പോൾ ഒന്നുകൂടെ സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുക. പിന്നീട് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ, നമ്മൾ എത്രയാണ് ബേക്കിംഗ് പൗഡർ എടുത്ത് അതിൻ്റെ നേർപകുതിയാണ് നമ്മൾ എഗ്ലെസ് കേക്കിലേക്ക് എടുക്കേണ്ടത്. 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു, സാധാരണ വാനില കേക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കാറില്ല, പക്ഷേ ഇതിലേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എഗ്ലെസ് കേക്കിലേക്ക് മാത്രമേ ബേക്കിംഗ് സോഡ ചേർക്കാറുള്ളൂ കേട്ടോ. എഗ്ഗ് ചേർക്കുന്ന കേക്കിലേക്ക് ബേക്കിംഗ് സോഡയുടെ ആവശ്യമില്ല. ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ ചേർക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കും. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർക്കണം കേട്ടോ, അത് ഞാൻ വിട്ടുപോയതാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത ശേഷം വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഒരു 3 തവണ അരിച്ചെടുത്താലും മതി. ഇനി ഒട്ടും വെള്ളമില്ലാത്ത ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുത്തിട്ടിലേക്ക് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ അതിലേക്ക് 1 കപ്പ് പുളിയില്ലാത്ത തൈരും ചേർത്ത് കൊടുക്കുക കേട്ടോ. പുളിയില്ലാത്ത തൈര് പ്രത്യേകം എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് രണ്ടും 1 കപ്പ് വീതം എടുത്തിട്ട് വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതുപോലെ ഓവണിലും അല്ല നമ്മൾ ഈ കേക്ക് ബേക്ക് ചെയ്യുന്നത്, സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ബേക്ക് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂണ് വാനില എസൻസ് കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഓവറായിട്ട് സ്പീഡിൽ ഫോൾഡ് ചെയ്തെടുക്കേണ്ട, സാവധാനം ഫോൾഡ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഇതിൽ നമ്മൾ മുട്ടയുടെ അത്ര ഫ്ലഫി ആയിട്ട് നമ്മുടെ ഈ ബാറ്റർ ഉണ്ടാവില്ല കേട്ടോ. അത്രയ്ക്ക് അങ്ങോട്ട് ഓവർ സോഫ്റ്റ് നമ്മുടെ ഈ എഗ്ലെസ് കേക്ക് ഉണ്ടാവില്ല, എന്നാലും നല്ല സോഫ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും. മെല്ലെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു സമയമാകുമ്പോഴേക്ക് നമ്മൾ ഏത് ഇതാണോ ബേക്ക് ചെയ്യുന്നത് അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഞാനിപ്പോൾ ഇവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഇത് ഇറക്കി വെക്കുന്നത്. അത് പ്രീ ഹീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത ശേഷം എയർ ബബിൾസൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് ഇത് ഇറക്കി വെക്കാണ്ട് ഒരു തട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മുടെ ഈ ഒരു മോൾഡ് ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റത്തെ ഒരു 2 മിനിറ്റ് നല്ലൊരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാൻ മറക്കുക. ലോ ഫ്ലെയിമല്ല, ലോ ടു മീഡിയം. എല്ലാവരും ചോദിക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണോ എൻ്റേത് കൂടുതൽ ടൈം ബേക്ക് ആവാൻ എടുക്കുന്നതെന്നൊക്കെ ചോദിക്കാറുണ്ട്. ലോയുടെയും മീഡിയത്തിൻ്റെ ഇടയിലുള്ള ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മുട്ട വെച്ച് ചെയ്യുന്ന കേക്കിലേറെ ഒന്നുകൂടെ ടൈം എടുത്തിട്ടാണ് ഇത് ബേക്കായി കിട്ടുക. ഇതിന് എനിക്കൊരു 50 മിനിറ്റ് ബേക്കാവാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് കുക്കായി വന്ന ശേഷം തണുത്ത ശേഷം ഞാൻ ഡിമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനിത് ലെയറായിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് 2 ലെയറായിട്ടാണ് എടുക്കുന്നത്. ഇത് വെച്ചിട്ടൊരു കേക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, അത് ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്ത് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്ക് തന്നെയാണ്.
ഇത് നമുക്ക് ഇങ്ങനെ ലെയറാക്കി എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുന്നതെന്ന്. നമ്മൾ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള കേക്കിൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എഗ്ലെസ് കേക്കാണിത്. പിന്നെ എഗ്ലെസ് കേക്ക് നമ്മുടെ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള ആ കേക്കിൻ്റെ അത്രയും ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും എൻ്റെ ഒരു ഇതിനായിട്ട് പറയും. പിന്നെ എഗ്ഗ് ഇഷ്ടമില്ലാത്തവർക്ക് ഈ ഒരു കേക്ക് തന്നെ ആയിരിക്കും ഇഷ്ടം ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എഗ്ഗ് ഉപയോഗിച്ചിട്ടുള്ള കേക്ക് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്